ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ലെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോയിൽ പ്രോപ്പർട്ടീസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ബേസിക് ആയിട്ടുള്ള സോയിൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. വോയിഡ് റേഷ്യോ, പോറോസിറ്റി, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സോയിൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. അവരുടെ ഇക്വേഷൻസും പഠിച്ചു. ഇനി നമ്മൾ ഇവർ തമ്മിലുള്ള സോയിൽ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി. ഇ എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ, എൻ എന്ന് പറയുന്നത് പോറോസിറ്റി. ഇനി ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇ ഇസ് ഈക്വൽ ടു, വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ടു വോളിയം ഓഫ് സോളിഡ്സ്. അതുപോലെ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. തെറ്റിപ്പോകരുത്. ഇനി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷനെ ചെറുതായിട്ടൊരു റീഅറേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ്, ഈ പോറോസിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ്റെ 1/, അല്ലെ അതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുന്നു. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ടോട്ടൽ വോളിയം ബൈ വോളിയം ഓഫ് വോയിഡ്സ് എന്നാവും. ശരിയല്ലേ? ഈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാമ്പിളിലെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള സോളിഡ്സിൻ്റെ വോളിയം പ്ലസ് വോയിഡ്സിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഇതിനൊന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാണ്. സോ വോളിയം ഓഫ് സോളിഡ്സ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഇതെന്തായി മാറി? ഈ ടേം എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. ഇനി ഇതെന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഇ ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ ഇവിടെ കിടക്കുന്നത്. സോ ഇതെന്തായി? 1/e പ്ലസ് 1. അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇതെന്താവും? 1 + e ഡിവൈഡഡ് ബൈ ഇ എന്നാവും. ദാറ്റ് ഈസ്, ഇത് നമ്മുടെ 1/n ആണ്, 1 + e/e. അങ്ങനെയാണ് n ഇസ് ഈക്വൽ ടു എന്ത് വരും? e ഡിവൈഡഡ് ബൈ 1 + e. ഇനി സിമിലർലി എന്നിൻ്റെയും ഇയുടെയും ഇതിനൊന്ന് തിരിച്ചിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഇയെ, ഇതിപ്പോൾ നമ്മൾ n റെസിപ്രോക്കൽ എടുത്തല്ലേ തുടങ്ങിയത്. ഇനി നമ്മൾ വോയിഡ് റേഷ്യോയുടെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ VS/VE, ഈ റിലേഷനിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് E ഇസ് ഈക്വൽ ടു n/1/n എന്നുള്ള റിലേഷനിലേക്ക് എത്താൻ പറ്റും. അതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എയർ കണ്ടന്റ് ആൻഡ് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്, അവർ തമ്മിലുള്ള റിലേഷൻ. എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എയർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ് ആണ്. അതുപോലെ ദെൻ പോറോസിറ്റി, അതുപോലെ പോറോസിറ്റിയുടെ ഇക്വേഷൻ ഞാനിവിടെ കൺസിഡർ ചെയ്യാണ്. പോറോസിറ്റി ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം, ടോട്ടൽ വോളിയം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ചെയ്യുന്നത് ഈ പോറോസിറ്റിയും എയർ കണ്ടന്റിനെയും കൂടെ മൾട്ടിപ്ലൈ ആണ്. ദാറ്റ്സ് പോറോസിറ്റി ഇൻറ്റു എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പോറോസിറ്റി നമുക്കറിയാം വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണ്, ഇൻറ്റു എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഈ ഇക്വേഷൻ ഇപ്പോൾ എന്തായി? VA ഡിവൈഡഡ് ബൈ V എന്നായി. എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. ദാറ്റ് ഈസ്, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു പോറോസിറ്റി ഇൻറ്റു എയർ കണ്ടന്റ്. ഇതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ. ദെൻ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോയും വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇവർ 4 പേരും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. അതുപോലെ ഇ എന്ന് പറയുന്നത് എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ യൂണിറ്റ് വെയിറ്റ്, ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ്, അങ്ങനെ കുറേ യൂണിറ്റ് വെയിറ്റുകൾ പഠിച്ചായിരുന്നു അല്ലേ? സോ യൂണിറ്റ് വെയിറ്റിൻ്റെ ബേസിക് ഇക്വേഷൻ എന്തായിരുന്നു? വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചതായിരുന്നു. ഇനി ഇവിടെ ഞാൻ എസ് ഇൻറ്റു ഇ, എസ്സും ഇയും തമ്മിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ എസ് ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ എന്താണ്? VW/VV ഇൻറ്റു VV/VS. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ത് വരും? വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ആണ്. ശരിയല്ലേ? ഇനി ഈ വെയിറ്റിന് ഞാൻ ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് വെയിറ്റ് ആൻഡ് വോളിയം റീപ്ലേസ് ചെയ്യാൻ പോകും. ഇതെന്ത് വരും? വോളിയം ഓഫ് വാട്ടർ ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ഇസ് ഈക്വൽ ടു VW ഇൻറ്റു γW ഡിവൈഡഡ് ബൈ, ഇവിടെ ഞാൻ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നു. നമ്മൾ പഠിച്ചായിരുന്നു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. സോ ഇവിടെ നമുക്ക് γSന് പകരം G ഇൻറ്റു γW എന്ന് എഴുതാം. ഓക്കെ, സോ γW മേളത്തെയും താഴത്തെയും γW പോയിട്ട് ബാക്കി ഇതെന്ത് വരും? VW ഡിവൈഡഡ് ബൈ VS ഇൻറ്റു G എന്ന് വരും.
ഓക്കെ, ഇനി ഈ വി ഡബ്ല്യു ബൈ വി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എസ് ഇൻറ്റു ഇ ആയിരുന്നു, ശരിയല്ലേ? സോ അത് ഞാനിവിടെ കൊടുക്കുമ്പം ഡബ്ല്യു ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ഓക്കെ, ഇനി ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്തായി മാറും? എസ് ഇൻറ്റു ഇ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി ഒരു സെവാക്ക് അല്ലേ? എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് ഓർത്തിരിക്കാൻ പറ്റുന്ന ആ രീതിയിൽ ഓർത്തിരിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എസ് സി ഈക്വൽ ടു ഡബ്ല്യു ജി. ഓക്കെ, അതെളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സെവാഗ് എന്ന് പറഞ്ഞത്. സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നെക്സ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് വെയ്റ്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ് റേഷ്യോ ആൻഡ് ഗാമ ഡബ്ല്യു, ഇവർ അഞ്ചും തമ്മിലുള്ള റിലേഷൻ. നമുക്കറിയാം ഗാമ എന്ന് പറയുന്ന യൂണിറ്റ് വെയ്റ്റ്, ഗാമ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? വെയ്റ്റ് ബൈ വോളിയം. ഓക്കെ, ഇനി ടോട്ടൽ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു എന്താണ്? വെയ്റ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാലോ വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ്, ശരിയല്ലേ? ഇനി ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. മുകളിൽ നിന്ന് ഞാൻ ഡബ്ല്യു എസിനെ പുറത്തെടുക്കുന്നു. സോ ഇതെന്ത് വരും? ഡബ്ല്യു എസിനെ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് ഡിവൈഡഡ് ബൈ താഴെ നിന്ന് ഞാൻ വി എസിനെയും പുറത്തെടുക്കുന്നു. വി എസ് ഇൻറ്റു 1 പ്ലസ് വി വി ബൈ വി എസ്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ശരിയല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ബേസിക് റിലേഷൻ ഇവിടെ ഓർക്കണം. വാട്ടർ കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ്. അതുപോലെ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റ് വെയ്റ്റ് ഗാമ എസ് ഇസ് ഈക്വൽ ടു യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഇസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ഈക്വൽ ടു യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് ബൈ യൂണിറ്റ് വെയ്റ്റ് ഓഫ് വാട്ടർ. ഈ 4 ബേസിക് റിലേഷൻ ഓർത്തും. ഇനി ഇവിടെ നമുക്ക് ചില ടേംസിനെയൊക്കെ നമ്മുടെ ഈ ബേസിക് പ്രോപ്പർട്ടീസ് വെച്ച് റീപ്ലേസ് ചെയ്യാം, ശരിയല്ലേ? ഡബ്ല്യു എസ് ബൈ വി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ല്യു എസ് ബൈ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ് ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോളിഡ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ എസ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ ഡബ്ല്യു എന്ന് എഴുതാം, ശരിയല്ലേ? സോ ഈ റിലേഷൻ എന്തായിട്ട് മാറി? ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് വെയ്റ്റ് ഓഫ് വാട്ടർ ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് വി വി ബൈ വി എസ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് റേഷ്യോ. ഓക്കെ, സോ ഇക്വേഷൻ ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഈ ജിയെ ഞാൻ അകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തായി മാറി? ജി ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഇനി നമ്മൾ പഠിച്ചായിരുന്നു എസ് സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ജി ആണെന്ന്, ശരിയല്ലേ? സോ ഇവിടെ ഡബ്ല്യു ഇൻറ്റു ജിക്ക് വരെ ഞാൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും എനിക്ക്? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഗാമ ഇസ് ഈക്വൽ ടു ജി പ്ലസ് എസ് സി ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. ഈ ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. യൂണിറ്റ് വെയ്റ്റും ബൾക്ക് യൂണിറ്റ് വെയ്റ്റും ജിയും സാച്ചുറേഷനും വോയിഡ് റേഷ്യോയും ഗാമ ഡബ്ല്യൂയും തമ്മിലുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വേറെ പല ഇക്വേഷൻസും ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇവിടെ നോക്കി, ഇതിപ്പോൾ നമ്മുടെ ഒരു ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിൽ വാട്ടർ കണ്ടൻറ്റേ ഇല്ല. ദാറ്റ് ഈസ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും അവിടെ, ശരിയല്ലേ? സോ ഈ ഇക്വേഷന് എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറും? ഡ്രൈ യൂണിറ്റ് വെയ്റ്റ് ആയി മാറും. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ, അല്ലേ? സിമിലർലി നമുക്കൊരു സാച്ചുറേറ്റഡ് സോയിലിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഗാമ സാറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പം എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? എസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഈ ഇക്വേഷനിൽ എസിൻ്റെ വാല്യൂ 1 ആവും. ദാറ്റ് ഈസ് ജി പ്ലസ് ഇ ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു, ശരിയല്ലേ? സിമിലർലി ഇനി നമുക്കൊരു ഗാമ സബ്മർജ് കണ്ടുപിടിക്കണം. ഗാമ സബ്മർജ് എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ ഡബ്ല്യു. ഗാമ സാച്ചുറേറ്റഡ് ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ജി പ്ലസ് ഇ ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു മൈനസ് ഗാമ ഡബ്ല്യു. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് 1 ബൈ 1 പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു എന്ന് കിട്ടും. സോ ഇതെല്ലാം നമുക്ക് കിട്ടിയത് ഈ ഒരു ബേസിക് ഇക്വേഷൻ എന്നാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിലേഷനാണ്. സോ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഇക്വേഷൻ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം.